എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? സുഖാണല്ലേ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ മലയാളം ക്ലാസ് നമ്മൾ എത്ര ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്? എത്ര അക്ഷരങ്ങൾ ഇതുവരെയായിട്ട് പഠിച്ചു? ഒന്ന് പറഞ്ഞു നോക്കിയേ. അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഒ ഓ വരെ പഠിച്ചു നമ്മളല്ലേ? ഇതുവരെ നമ്മൾ പഠിച്ചത് ഓ എന്ന ലെറ്റർ വരെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ഔ. ഏതാണ്? ഔ എന്ന ലെറ്റർ ആണ്. ഇന്നത്തെ അക്ഷരമാണ് ഔ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ഔ. ഏതാണ്? ഔ എന്ന അക്ഷരം. ഓ ഓ ഔ. ഓ ഓ ഔ. നമ്മൾ ഓ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ ഔ എന്ന അക്ഷരമാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച എല്ലാ അക്ഷരങ്ങളും അതുമായി ബന്ധപ്പെട്ട വാക്കുകളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നന്നായിട്ട് പഠിച്ചിട്ടില്ലേ എല്ലാവരും? ഇല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചിഹ്നങ്ങൾ പഠിക്കണം. ചിഹ്നങ്ങൾ മാറിപ്പോകാൻ പാടില്ല. ചിഹ്നങ്ങൾ നന്നായിട്ട് പഠിക്കുക. ചിഹ്നങ്ങൾ ഓരോ ലെറ്ററിൻ്റെ ചിഹ്നവും മാറിപ്പോവാതെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന അക്ഷരത്തിനും ഉണ്ട് ഒരു ചിഹ്നം. എല്ലാ അക്ഷരത്തിൻ്റെയും കൂടെ നമ്മൾ ചിഹ്നങ്ങൾ പഠിക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ അക്ഷരത്തിൻ്റെ കൂടെ ഔ എന്ന അക്ഷരത്തിൻ്റെ കൂടെയും ഒരു ചിഹ്നം പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഔ എന്ന അക്ഷരം എഴുതി നോക്കാം. എങ്ങനെയാ ഔ എന്ന് എഴുതുന്നത്? ഓ നമ്മൾ എഴുതി അല്ലേ? ഓ എഴുതി. ഓ എഴുതി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ഓ എന്ന് എഴുതുന്നത് പോലെ തന്നെ എഴുതിയിട്ട് നമ്മൾ ഈ ഊ ഒക്കെ എഴുതുന്ന സമയത്ത് നീട്ടി വരാൻ നമുക്ക് അതിൻ്റെ ഉച്ചാരണം ഊ എന്ന് വായിക്കാൻ വേണ്ടിയിട്ടും ഈ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഈ എന്ന് വായിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിച്ചിരുന്ന ചിഹ്നമാണ് ആവ്. എന്താണ്? ആവ്. ഈ എന്ന അക്ഷരത്തിന്റെ കൂടെ നമ്മൾ ഈ ചിഹ്നം ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ളതല്ലേ? ഈ എന്ന അക്ഷരത്തിന്റെ കൂടെയും ഊ എന്ന അക്ഷരത്തിന്റെ കൂടെയും നമ്മൾ ഈ ചിഹ്നം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ ഓ എന്ന അക്ഷരത്തിന്റെ കൂടെ ഈ ചിഹ്നം വരുമ്പോൾ എന്താ വായിക്കുന്നത്? ആവ്. എങ്ങനെയാ വായിക്കുന്നത്? ആവ്. എങ്ങനെയാണ്? ആവ്. ഔ എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഓ എന്ന അക്ഷരം എഴുതിയിട്ട് ഈ ചിഹ്നം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എന്താ വായിക്കുക? ആവ്. എല്ലാവരും പറഞ്ഞേ ആവ്. യെസ്. നമ്മുടെ പേജ് നമ്പർ 21 പാഠം 15 എടുത്ത എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 21 പാഠം 15 ഔഷധം. 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 ഔഷധം എന്ന് പറഞ്ഞാൽ എന്താണ്? ടാബ്ലറ്റ്. ഗുളികകൾക്കാണ് നമ്മൾ ഔഷധം. മരുന്നുകൾക്കൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔഷധം. ടാബ്ലറ്റിന് മലയാളത്തിൽ പറയുന്ന പേരാണ് ഔഷധം. ഔ എന്ന ലെറ്ററിന് എല്ലാ കുട്ടികളും നിറം കൊടുക്കണം. ഓക്കെ. ഔഷധം. ഔഷധം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഔഷധം ഉപയോഗിക്കുന്നത്? അസുഖം വന്നാൽ നമ്മൾ അത് മാറാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോവും. ഡോക്ടറെ അടുത്ത് പോയാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഔഷധം കിട്ടും അല്ലേ? ഔഷധം നമുക്ക് അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നതാണ് ഔഷധം. ഓക്കെ. ഇനിയൊന്ന് വായിച്ചേ. ഔഷധം. 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 ഔഷധി. ഔദാര്യം. ഔഷധം. ഔഷധി. ഔദാര്യം. ഔഷധം. ഔഷധി. ഔദാര്യം. എല്ലാവരും ഒന്ന് വായിച്ചേ. ഔഷധം.
ഔഷധം, ഔഷധി, ഔദാര്യം. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഈ വാക്കുകളൊക്കെ ഒന്ന് എഴുതി നോക്കാം. ഔഷധം, ഔഷധി, ഔദാര്യം. ഏതാണ്? ഔഷധം, ഔഷധി, ഔദാര്യം. എഴുതി നോക്കാം. ഓക്കെ, എല്ലാവരും എൻ്റെ കൂടെ സ്ലൈറ്റ് എടുത്തിട്ട് എഴുതണം കേട്ടോ. സ്ലൈറ്റും പെൻസിലും എടുത്തിട്ട് നിങ്ങൾ എൻ്റെ കൂടെ എഴുതണം. ഔഷധം. ഇതെന്താണ്? ഔഷധം, 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 ഔഷധം. എഴുതുന്നില്ലേ? പെട്ടെന്ന് എഴുതിക്കേ. ഔഷധം, ഔഷധം. അടുത്തത് എന്താണ്? ഔഷധി, ഔഷധി, ഔഷധി. എന്താണ്? ഔഷധി, 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 ഔഷധം, ഔഷധി. ഓക്കെ. ഇനി ഔദാര്യം. ഔദാര്യം, ഔദാര്യം, ഔദാര്യം. ഏതാണ്? ഔദാര്യം. ഔഷധം, ഔഷധി, ഔദാര്യം. എഴുതുന്നില്ല നിങ്ങൾ? ഓക്കെ, എഴുതൂ. ഔഷധം, ഔഷധി, ഔദാര്യം. എല്ലാ കുട്ടികളും ഇത് എഴുതിയില്ലേ? ഔഷധം, ഔഷധി, ഔദാര്യം. ഔ വെച്ചിട്ടുള്ള വാക്കുകളാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വാക്കുകൾ അറിയണമെങ്കിൽ അത് എഴുതി നോക്കും. അറിയാത്തവർ നിങ്ങൾ ഉമ്മമാരോട് ചോദിക്കുക. കൂടുതൽ വാക്കുകൾ എഴുതി സ്ലൈഡിൽ എഴുതിയിട്ട് മിസ്സിന് ഫോട്ടോ എടുത്ത് വിട്ടത്. ഓക്കെ. ഇനി നമ്മൾ എല്ലാ ലെറ്റേഴ്സിൻ്റെ കൂടെയും നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാ ലെറ്റേഴ്സിൻ്റെ കൂടെയും നമ്മൾ ചിഹ്നം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലെറ്ററിൻ്റെ കൂടെയും നമുക്ക് പഠിക്കണ്ടേ? വേണം. ഈ ഔ എന്ന ലെറ്ററിൻ്റെ കൂടെയും നമുക്ക് എന്ത് പഠിക്കണം? ചിഹ്നം പഠിക്കണം. ഔ എന്ന ലെറ്ററിൻ്റെ കൂടെ ചിഹ്നം പഠിക്കുന്ന ചിഹ്നം സിമ്പിളാണ്. നമ്മൾ ഔ എന്ന അക്ഷരത്തിൻ്റെ പോലെ തന്നെയാണ്. ഔ എന്ന അക്ഷരത്തിൻ്റെ അതുപോലെ തന്നെയാണ് കേട്ടോ. ഈ ചിഹ്നം ചേർക്കുമ്പോഴാണ് നമ്മൾ എന്ത് വായിക്കുന്നത്? ഔ എന്ന ഉച്ചാരണം വായിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ന എന്ന അക്ഷരത്തിൻ്റെ കൂടെ ചിഹ്നം ചേർത്താൽ ന എന്ന അക്ഷരത്തിൻ്റെ കൂടെ നമ്മൾ ചിഹ്നം ചേർത്താൽ എന്താ വായിക്കുക? നൗ, നൗ, നൗ. നെക്സ്റ്റ്, വ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഈ ചിഹ്നം വരുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കുന്നത്? വൗ, വൗ. നെക്സ്റ്റ്, റ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഈ ചിഹ്നം ഔ എന്ന ഉച്ചാരണം വരാൻ വേണ്ടിയിട്ടുള്ള ചിഹ്നം ചേർക്കുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കുന്നത്? റാവ്. ഓക്കെ. ഇനി കൂടുതൽ അക്ഷരങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് ഈ ചിഹ്നം ചേർത്ത് എഴുതിയിട്ട് അത് റീഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഔ എന്ന ലെറ്ററിന് ഉച്ചാരണം വരാൻ വേണ്ടിയിട്ട്, ഔ എന്ന ഉച്ചാരണം വരാൻ വേണ്ടിയിട്ട് ഔവിൻ്റെ ചിഹ്നം ഏതാണ്? ഇതാ ഈ ചിഹ്നത്തെയാണ് നമ്മൾ മറ്റു അക്ഷരങ്ങളുടെ കൂടെ ഉപയോഗിക്കുമ്പോൾ ഔ എന്ന് ഉച്ചരിക്കും. ഇവിടെ കണ്ടില്ലേ? നൗക, തോണി എന്ന് പറയില്ല നമ്മൾ? ഇതെന്താണ്? തോണി എന്ന് പറയും. നമ്മൾ അതിന് കറക്റ്റായിട്ട് മലയാളത്തിൽ പറയുന്ന പേരാണ് നൗക. നൗക. ന എന്ന അക്ഷരത്തിൻ്റെ കൂടെ ചിഹ്നം വന്നത് കാരണം ഔ, നൗ എന്ന് ഉച്ചരിക്കും. നെക്സ്റ്റ്, പ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഈ ചിഹ്നം വന്നപ്പോൾ എങ്ങനെ വായിക്കുക? ഔ എന്ന ഉച്ചാരണം കൂട്ടി വായിക്കണം. പൗ, പൗ,
പൗരൻ. പൗരൻ. എന്താണ്? നൗക, പൗരൻ. ഗൗളി. ഗൗളി എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ലി. നമ്മൾ പല്ലി എന്നൊക്കെ പറയില്ലേ, അതാണ് ഗൗളി. ഗൗളി. ഗ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ഔ എന്ന ഉച്ചാരണം വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? ഔ, ഗൗ, ഗൗളി. ഒന്നുകൂടെ വായിക്കുക. ഔ, ഔഷധം, ഔഷധം, ഔഷധി, ഔദാര്യം. ഔഷധം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ടാബ്ലറ്റ്. നെക്സ്റ്റ്, നൗക, പൗരൻ, ഗൗളി. നൗക, പൗരൻ, ഗൗളി. എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നന്നായിട്ട് വായിച്ച് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ 2 ലൈൻ കോപ്പിയിലും സ്ലൈറ്റിലും ഒക്കെ എഴുതിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ചിഹ്നം ചേർത്തിട്ടുള്ള വാക്കുകൾ എഴുതാം. നൗക, 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 നൗക. എന്താണ്? നൗക. നെക്സ്റ്റ്, ഇതെന്താ വായിക്കുക? പൗ, പൗ, പൗരൻ. എങ്ങനെയാ വായിക്കുന്നത്? പൗരൻ. പ എന്ന അക്ഷരത്തിന്റെ കൂടെ ഈ ലെറ്റർ വന്നത് കാരണം പൗ എന്നാണ്. പൗരൻ. അടുത്തത് ഗ എന്ന അക്ഷരത്തിന്റെ കൂടെ ഈ ചിഹ്നം ചേർക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ വായിക്കുന്നത്? ഗൗ. എങ്ങനെയാണ്? ഗൗ. ഗൗളി. ഗ എന്ന ചിഹ്നത്തിന് പള്ളി വന്ന് പള്ളി എന്ന് വായിക്കും. ഗൗളി. എന്തൊക്കെയാണ്? നൗക, പൗരൻ, ഗൗളി. ഓക്കെ. എല്ലാ കുട്ടികളും ഈ അക്ഷരവും ഔ എന്ന അക്ഷരവും അതിൻ്റെ വാക്കുകളും ചിഹ്നം ചേർത്തിട്ടുള്ള വാക്കുകളും എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് മിസ്സിന് വിട്ടു തരണം. മിസ്സിന് എഴുതിയിട്ട് വിട്ടു തരണം. സ്ലൈറ്റിൽ ആദ്യം എഴുതുക, എന്നിട്ട് നിങ്ങളുടെ കോപ്പി ബുക്കിൽ എഴുതുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.